ഓണത്തിന്റെ കിറ്റ് വിതരണം തുടങ്ങാനുള്ള പരിപാടി തുടങ്ങാണ്. സാമ്പാർ പൊടിയുടെ സ്മെല്ല് വരുന്നുണ്ടോ? സാമ്പാർ പൊടി അതിന് സ്മെല്ലുണ്ട്. കായവറവിന്റെ തുടക്കം. അതെ, അങ്ങനെ നമ്മള് കുടുംബശ്രീ ബസാറിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞാവ് അപ്പോഴത്തേക്ക് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഒരു 100-120 എത്രയാണ് സാമ്പാർ പൊടിയുടെ പാക്കറ്റ് നമുക്കിവിടെ കൊടുക്കാനുണ്ടായിരുന്നത്. ഓണക്കിറ്റിൽ വെക്കാൻ വേണ്ടിയിട്ട് മുത്തശ്ശിക്ക് ഓർഡർ വന്നതായിരുന്നു കേട്ടോ. ഇത്തവണ നമ്മൾ വളരെ കുറച്ച് ഓർഡർ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, കാരണം എല്ലാം കൂടെ സാധിക്കണില്ല. ഇതിന് മുന്നത്തെ വർഷം മുത്തശ്ശി കായ വറുത്തതൊക്കെ ഇതേപോലെ ഓണക്കിറ്റിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് അങ്ങനെ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ നമ്മളത് എടുക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് സാമ്പാർ പൊടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 100 ഗ്രാമിൻ്റെ സാമ്പാർ പൊടിയുടെ പാക്കറ്റാണ് കേട്ടോ. നൈസായിട്ടുള്ള സാമ്പാർ പൊടി ഇല്ലേ, നമ്മൾ വറുത്തരയ്ക്കുന്നതല്ല, സാധാരണ സാമ്പാർ പൊടി ഇല്ലേ അതാണ്. വറുത്തരയ്ക്കുന്നത് പിന്നെ നമ്മൾ എന്ത് ചെയ്യാം എന്ന് വിചാരിച്ചു, ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഡെയിലി വെയർ ആയിട്ട് കുറച്ചധികം ഡ്രസ്സ് വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ, കാരണം എല്ലാം നാശമായിട്ടുണ്ടായിരുന്നു കുട്ടികളുടെ. അപ്പോൾ പിന്നെ അത് നോക്കി ഇങ്ങനെ നടക്കായിരുന്നു. പക്ഷെ എനിക്ക് വല്ലാതെ അങ്ങോട്ട് ഇഷ്ടമായതൊന്നുമില്ല. പക്ഷെ കുഞ്ഞാവയ്ക്ക് ഈ ഒരു ഡ്രസ്സ് മാത്രമേ എനിക്ക് ഇഷ്ടമായിട്ടുള്ളൂ. ഇത്രയും കളക്ഷൻസ് കണ്ടിട്ട് എനിക്ക് അത്ര വലുതായിട്ട് അങ്ങനെ ഒരു സുഖം തോന്നിയിട്ടുണ്ടായിരുന്നില്ലേ. പക്ഷെ എന്നാലും വലിയ കുഴപ്പമില്ല. എന്നാലും കുഞ്ഞാവയ്ക്കുള്ള ഒരു ഡ്രസ്സ് എടുത്തു, അതിനത് സമാധാനമായി. ഇത്തവണ ഓണത്തിന് കൂടുതൽ ഡ്രസ്സ് കിട്ടിയിരിക്കുന്നത് കുഞ്ഞാവയ്ക്കാണ് കേട്ടോ. കുഞ്ഞാവ് അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോരോ ടോയ്സും. കാരണം കുട്ടികളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഓരോരോ സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. മാളുനിയെ നോക്കിയപ്പോൾ നല്ല ഭംഗിയുള്ളതൊക്കെ സൈസ് ചെറുതായിരുന്നു, അതുകൊണ്ട് നോക്കിയപ്പോൾ കിട്ടിയില്ല. എല്ലാ സ്ഥലങ്ങളിലും പോയി. അതെ, ഓണായിട്ട് എല്ലാ പരിപാടികളും കഴിഞ്ഞു. അതെ വീട്ടിലേക്ക് പോവുക. അതെ, ഞാൻ ഇന്നിട്ടിരിക്കുന്ന ഈ ഒരു റെഡ് ടോപ്പിന് 310 രൂപയുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി.